ഹായ് ഹലോ ഏഞ്ചൽ കിഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതി കോഴിക്കോട് കളക്ട്രേറ്റിൽ വെച്ചിട്ട് പരിവാറിൻ്റെ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ ധർണ ഉണ്ടായിരുന്നു കേട്ടോ. പരിവാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഒരു സംഘടനയാണ്. അപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവകാശങ്ങളും തുടർന്ന് കിട്ടേണ്ടതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനും നമ്മുടെ മക്കളുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പരിവാർ. പ്രധാനമായും 4 കാര്യങ്ങൾ ഉന്നയിച്ചിട്ടായിരുന്നു ഇങ്ങനൊരു ധർണ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാൻ മനസ്സുള്ളവർ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പെൻഷൻ കാലാനുസൃതമായി പ്രതിമാസം 3000 രൂപയായി വർദ്ധിപ്പിക്കുക, കുടുംബ വരുമാനം നോക്കാതെ വ്യക്തിഗത വരുമാനം പരിഗണിക്കുക എന്നുള്ളതായിരുന്നു. അതായത് നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 1600 രൂപയാണ്. അതിപ്പോൾ എങ്ങനെയൊക്കെ കിട്ടുന്നു, എത്ര ഗഡുക്കൾ ഇപ്പോൾ പെൻഡിങ് ഉള്ളതാണെന്നൊക്കെ ഞാനിപ്പോൾ പ്രത്യേകിച്ച് വിവരിച്ച് തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് 3000 രൂപയിലേക്ക് ഉയർത്തുക. കാരണം ഇപ്പോൾ ഈ വിലക്കയറ്റത്തിൻ്റെ ഒക്കെ ഇടയിൽ നമുക്ക് ഈ മരുന്ന് വാങ്ങാനും തെറാപ്പിക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് വാങ്ങാനൊന്നും ഈ ഒരു കാശ് കൊണ്ട് സാധിക്കില്ല. പിന്നെ ഈ 1600 രൂപ പെൻഷൻ കിട്ടണമെങ്കിൽ തന്നെ വേണ്ട മാനദണ്ഡങ്ങളിൽ ഇവിടെ വീട് ഇത്ര സ്ക്വയർ ഫീറ്റിനുള്ളിലുള്ളതായിരിക്കണം, 4 ചക്ര വാഹനങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവരെയും കൊണ്ട് തെറാപ്പിക്ക് പോകുമ്പോൾ കുട്ടികൾ ചെറുതാവുന്ന സമയത്ത് ഞങ്ങളൊക്കെ എടുത്തിട്ട് ബസ്സിന് പോകുമായിരുന്നു. പക്ഷേ കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ച് കുട്ടികളുടെ ആരോഗ്യം കൂടുകയും നമ്മുടെ ആരോഗ്യം കുറയുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ കുട്ടികളെ എടുത്തിട്ട് ബസ്സിന് പോകാമെന്ന് പറയുന്നത് ഒരു പ്രാവർത്തികമല്ല. അപ്പോൾ ഞങ്ങളൊക്കെ തെറാപ്പിക്ക് പോകുമ്പോൾ ഒരു ദിവസത്തേക്ക് ഓട്ടോന് 500 രൂപയോ 600 രൂപയൊക്കെ ആവുന്നത്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസ് ആവും. അപ്പോൾ നമ്മളെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് കാറെങ്കിലും ഒപ്പിക്കാനേ നോക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ മാനദണ്ഡങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് പെൻഷൻ 3000 രൂപയാക്കണം എന്നാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം. രണ്ടാമത് എന്ന് പറഞ്ഞാൽ നിരാമയ ഇൻഷുറൻസ് അടവ് പുനഃസ്ഥാപിക്കുക, ക്യാഷ്ലെസ് സ്കീമാക്കുക, കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തുക. അതായത് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞങ്ങൾ നിരാമയനെ കുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു വർഷത്തേക്ക് 1 ലക്ഷമാണ് അതിൻ്റെ മാക്സിമം രൂപ കവറേജ് വരുന്നത്. അതിനെ നമ്മൾ ഒരുപാട് തവണ ഡോക്ടറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം, പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് പോസ്റ്റ് ചെയ്യണം, ഓരോ മാസത്തും സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യണം, പിന്നെ അവരെ നിരന്തരം വിളിച്ച് ശല്യം ചെയ്യണം. ഇങ്ങനെയൊക്കെ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ക്യാഷ്ലെസ് പദ്ധതിയാക്കി മാറ്റുകയും അതിൽ കുടുംബാംഗങ്ങളെയും കൂടി ഉൾപ്പെടുത്താനും പിന്നെ ഈ 1 ലക്ഷം എന്നുള്ളത് ആ എമൗണ്ട് വർദ്ധിപ്പിച്ച് ഒരു 5 ലക്ഷം രൂപയെങ്കിലും ആക്കുക. ഇതാണ് രണ്ടാമത്തെ ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നം. മൂന്നാമതെന്ന് പറഞ്ഞാൽ ആശ്വാസകിരണം കാര്യക്ഷമമാക്കുക, 2018 ശേഷമുള്ള മുഴുവൻ അപേക്ഷകളെയും പരിഗണിക്കുക, തുക തൊഴിലുറപ്പിന് സമാനമായി വർദ്ധിപ്പിക്കുക. നമ്മളിപ്പം 24/7 കുട്ടികളെ നോക്കേണ്ട അവസ്ഥയിലേക്കുള്ള കുറേ ആളുകളുണ്ട്. അതായത് കുട്ടികളെന്ന് പറഞ്ഞാൽ കുട്ടികൾ വളർന്ന് വലുതായവരുണ്ട് കേട്ടോ. അവരെ തന്നെ, അതായത് ഒരാളെ നോക്കാൻ സ്ഥിരമായിട്ട് എപ്പോഴും ഒരാൾ വേണമെന്നുള്ള അവസ്ഥ. അപ്പോൾ അവരുടെ ജോലിയും എല്ലാം കളഞ്ഞിട്ടായിരിക്കും അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടിരിപ്പുകാർക്ക് 600 രൂപ മാസം കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ആശ്വാസകിരണം. ആശ്വാസകിരണം ഇപ്പം മുടങ്ങിക്കിടന്ന് എത്രയോ കാലങ്ങളായി. 2018 ശേഷമുള്ള അപേക്ഷകൾ പോലും അവർ പരിഗണിച്ചു. ഞാനൊക്കെ 2019 കൊടുത്തതാണ്. അപ്പോൾ അതൊന്നും പരിഗണിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തത് കൊടുത്തിട്ടുള്ള നിർദ്ദേശം. ഇനി നാലാമത്തേന്ന് പറഞ്ഞാൽ അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ബഡ്സ് സ്കൂളിലോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 18 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് എന്താണ് ചെയ്യേണ്ടത്, അവരെ കൊണ്ട് എന്താണ് ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടത്, അങ്ങനെയുള്ള ഒരു പദ്ധതിയും നിലവിലില്ല. ഞങ്ങളുടെയൊക്കെ കാലശേഷം മക്കളെ എന്ത് ചെയ്യും എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോഴും. ഞങ്ങളെപ്പോലുള്ള രക്ഷിതാക്കളുടെയൊക്കെ ഒരേ ഒരു പ്രാർത്ഥന, ഞങ്ങളുടെ മരണം വരുന്നതിന് മുന്നേ ഞങ്ങളെ കുട്ടികളെ തിരിച്ചു വിളിക്കണേന്ന് മാത്രമാണ് കേട്ടോ. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തപ്പെട്ടത് ഇന്നത്തെ സമൂഹത്തിൽ അവരെ നോക്കാനോ അവരെ പരിപാലിക്കാനോ അവരെ കാര്യങ്ങൾ ചെയ്യാനോ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. അതിനൊക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ് 10, 20, 30 വയസ്സ് വരെ ഇങ്ങനത്തെ കുട്ടികളെ തലയിലും തറയിലും വെക്കാതെ പൊന്നുപോലെ നോക്കി വളർത്തിയ അമ്മമാരും അച്ഛന്മാരും തന്നെ ആ കുട്ടികളെ കൊന്ന് അവരെന്നെ സ്വയമായിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ഒത്തിരി വാർത്തകൾ നമ്മളിപ്പോൾ ഈ അടുത്തായിട്ട് കേൾക്കുന്നുണ്ട്. ഇതിനൊക്കെ കാരണം എന്താണെന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഞങ്ങളെ സംഘം ഞങ്ങൾക്കൊന്നും ഞങ്ങൾ അധികം വടക്ക് വടക്ക് ജഗദീശ് ഞങ്ങളെ കണ്ണാട്ടി
ഞങ്ങൾ മക്കളെ വിളിക്കണമേ, മക്കളെ വിളിക്കണമേ. ഇൻക്ലാബ്